നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവരും എഴുതി തള്ളി ഇനിയില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് നെഞ്ചുറപ്പോടുകൂടി എഴുന്നേറ്റ് നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നുപോയി ഈ വർഷം ഏറ്റവും അധികം ഗോൾ അടിക്കുന്ന താരമായി മാറിക്കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുകയാണ്, ഞാൻ പറയാം, അവസാനിക്കുമ്പോൾ ഞാനങ്ങ് പറയാമെന്ന്. ഈ മനുഷ്യൻ വിസ്മയിപ്പിക്കുകയാണ്. 39 വയസ്സിലേക്ക് ഇതാ കടക്കാൻ പോകുന്നു. ഇപ്പോഴും ഈ പോരാട്ട വീര്യമുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എടുത്തു പറയേണ്ട കാര്യവും അതാണ്. 2022 ക്രിസ്ത്യാനോക്ക് എങ്ങനെയായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. 2022 ആദ്യ പകുതി നല്ലതായിരുന്നു. അദ്ദേഹം പ്രീമിയർ ലീഗിൽ യുണൈറ്റഡിനായിട്ട് ഗോൾ അടിച്ച താരങ്ങളിൽ ഒന്നാമതായിരുന്നു ആ സീസണിൽ. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ചില നഷ്ടങ്ങൾ, കുഞ്ഞിൻ്റെ മരണം, അതൊക്കെ വല്ലാതെ പിടിച്ചുലച്ചു. പിന്നെ എറിക് ടെൻ ഹാഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകനായി എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ബെഞ്ചിലേക്ക് സ്ഥാനം മാറി. അതിൻ്റെ ഒരു തുടർച്ച വേൾഡ് കപ്പിലും കണ്ടു. കാരണം അധികം പ്ലേയിങ് ടൈം ലഭിക്കാത്ത താരത്തിന് കൂടുതൽ അവസരങ്ങൾ വേൾഡ് കപ്പിലും നിഷേധിക്കപ്പെടുന്ന കാഴ്ച കണ്ടു. അതിൻ്റെയൊക്കെ പരിസമാപ്തി ഒടുവിൽ അദ്ദേഹം യൂറോപ്യൻ ലീഗ് വിട്ട് സൗദി അറേബ്യയിലേക്ക് ചേക്കേറുന്നതായിരുന്നു. വലിയ വിമർശനങ്ങൾ തീർന്നു എന്നൊക്കെ എല്ലാവരും ആ ഘട്ടത്തിൽ പറയാനുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ക്രിസ്ത്യാനോ പറഞ്ഞു, ഈ ലീഗ് മാറും, ഈ ലീഗ് ലോകം ഉറ്റുനോക്കുന്ന ലീഗാകും, ലോകത്തെ ഏറ്റവും മികച്ച 5 ലീഗുകളിൽ ഒന്നായിട്ട് ഈ ലീഗ് മാറുമെന്ന്. ഇപ്പോൾ ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ലീഗായിട്ട് എന്തായാലും സൗദി അറേബ്യൻ പ്രോ ലീഗ് മാറിയിട്ടുണ്ട്. ക്രിസ്ത്യാനോ പറഞ്ഞ ആ കാര്യം നടക്കുന്നു. ആ ദീർഘവീക്ഷണം നമ്മൾ കണ്ടേ പറ്റൂ. എന്തായാലും ക്രിസ്ത്യാനോ അങ്ങ് പൊളിച്ചടുക്കി 2023. അത് സൗദി അറേബ്യൻ പ്രോ ലീഗിൽ മാത്രമല്ല, യൂറോ ക്വാളിഫയറിൽ നമ്മൾ കണ്ടു. ഗോൾ അടിച്ചങ്ങ് കൂട്ടി. ഒടുവിൽ 54 ഗോളുകൾ. ഫുട്ബോൾ ലോകത്തെ യുവ സൂപ്പർ താരങ്ങളെ പോലും മറികടന്നു. എംബപ്പെ, ഹാലൻഡ് ഒക്കെ അദ്ദേഹത്തിന്റെ പുറകിൽ പോയി. ഹാരി കെയ്ൻ, ഇപ്പോൾ പ്രൈം ഫോമിലുള്ള ഹാരി കെയ്ൻ പുറകിൽ പോയി. അങ്ങനെ ഇവരെയൊക്കെ പുറകിലാക്കിയിട്ട് ക്രിസ്ത്യാനോ അങ്ങ് പറയുകയാണ്, കഴിയുമ്പോൾ ഞാൻ അങ്ങ് പറയാമെന്ന്. ഈ മനുഷ്യന്റെ ഈ മെന്റാലിറ്റി ഉണ്ടല്ലോ, അത് പിന്തുടരാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിത വിജയത്തിലേക്ക് എത്താൻ ആർക്കും കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പിന്തുടരുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതും വാസ്തവം. ക്രിസ്ത്യാനോ ഈ ഒരു നേട്ടത്തിന് ശേഷം, ഗോളടിയിൽ ഒന്നാമതെത്തിയതിന് ശേഷം അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇട്ട വാക്കുകൾ നോക്കുക. 54 ഗോളുകളായി. എന്നിട്ട് പറയുന്നു, ഐ വിൽ സേ വെൻ ഇറ്റ്സ് ഫിനിഷ്ഡ്, താങ്ക്സ് ടീം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആ കളിക്ക് ശേഷവും പറഞ്ഞു, എൻ്റെ സഹതാരങ്ങളൊക്കെ എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്, അവരോട് കൂടി നന്ദി പറയുകയാണെന്ന്. അടുത്ത വർഷം ഇത് ആവർത്തിക്കാൻ വീണ്ടും ശ്രമിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ക്രിസ്ത്യാനോ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റയിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇട്ട വാക്കുകൾ ഒരിക്കൽ കൂടി നോക്കാം. ഐ വിൽ സേ വെൻ ഇറ്റ്സ് ഫിനിഷ്ഡ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.